രാജ്യത്തിന്റെ ചരിത്രത്തിൽ മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 150ഓളം വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകളിൽ ഉണ്ടായിട്ടുള്ള പേപ്പർ ലീക്ക്, അതുമൂലം രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹവും മാതാപിതാക്കളും ഒക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഏകദേശം 100ഓളം അടുത്ത വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ പേപ്പർ ലീക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2025 മാത്രം ഏകദേശം 20ലധികം ആളുകൾ ആത്മഹത്യയുണ്ടായി. 2026 12ഓളം ആളുകൾ വിദ്യാർത്ഥികൾ ആത്മഹത്യയുണ്ടായി. ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ വർഷത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ആ കേസുകളൊക്കെ അന്വേഷണത്തിൽ ചെന്ന് നിൽക്കുന്നത് BJPയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരിലാണ് എത്തി നിൽക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പേപ്പർ ലീക്കുകൾ ഉണ്ടാവുകയും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തെങ്കിൽ പോലും ഒരു കേസിൽ പോലും ഒരാളെ പോലും ഇതുവരെ കൺവിക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ പേപ്പർ ലീക്ക് നടത്തുന്ന ഈ മാഫിയയെ യഥേഷ്ടം പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്. ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രൂപീകൃതമായതിനു ശേഷം നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളിലും ഇത്തരത്തിലുള്ള ലീക്കുകൾ ഒരു തവണയല്ല ആവർത്തിച്ച് ലീക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോഴുമൊക്കെ കേന്ദ്ര സർക്കാർ ഇത് നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്ന് മാത്രമല്ല, ഈ ഏജൻസികൾക്കും അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ മാഫിയ സംഘത്തിനുമൊക്കെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വലിയൊരു പ്രക്ഷോഭമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, HRD മിനിസ്റ്റർ രാജിവെക്കണം എന്നുള്ള ആവശ്യം അത് തികച്ചും ന്യായമായിട്ടുള്ളതാണ്. ഇത്രയധികം പേപ്പർ ലീക്കുകൾ ഉണ്ടായതിന്റെ ഉത്തരവാദിത്തം അത് കേന്ദ്ര സർക്കാരിനുണ്ട്, വകുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം, അതുപോലെ തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. ഈ സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധിയുടെയൊക്കെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പാർലമെന്റ് അംഗങ്ങളും പ്രതിപക്ഷവും നടത്തുന്ന ആ സമരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തെ മൃഗീയമായിട്ട് പോലീസിനെ ഉപയോഗിച്ച് നേരിടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച് ഒരു പ്രമേയം രാജ്യത്ത് ആദ്യമായിട്ട് ഒരു നിയമസഭയിൽ പാസ്സാക്കിയത് അത് കേരള നിയമസഭയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം തന്നെ പാസ്സാക്കിയുണ്ടായി. ഞങ്ങളൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് സംബന്ധിച്ച് സമരങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലൊക്കെ സമരങ്ങൾ നടക്കുന്നു. ആ സമരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ, രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതിൽ നീതി ലഭിക്കുന്നതുവരെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും.